so true, more than I planned. Every dream I ever knew led me right to you. You shine so bright, my love, tonight. My heart belongs to you for life. Through every joy, through every fight, I'll stand forever by your side. Through the years, when we look back, all we need will never lack. With every step, with every smile, you make my life worthwhile. No matter what tomorrow brings, you're my heart, my everything. With every breath, with every vow, I love you more somehow. You shine so bright, my love, tonight. My heart belongs to you for life. Through every joy, through every fight, I'll stand forever by your side. പ്രാർത്ഥിക്കാം. വിവാഹത്തോടുള്ള ബന്ധത്തിൽ നാം ഇവിടെ നിന്ന് പുറപ്പെടുവാൻ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ദിവസങ്ങളിൽ പുറപ്പെടുവാൻ പോകുന്ന ഈ സമയം ദിവസത്തിൽ പ്രാർത്ഥിക്കാം. സാവിച്ചാൻ്റെ ദിവസമനുസരിച്ച് 12 മക്കളിൽ ഇളയ ആളായിട്ട് മാളുവിനെ ഇന്ന് വിവാഹിതയാകുകയാണ്. ഇത്രത്തോളം നാളുകളിൽ പ്രിയപ്പെട്ടവർക്ക് മകളായി ദൈവം വളർത്തുവാൻ ഭാഗ്യം കൊടുത്തു. ഇപ്പോൾ വിവാഹിതയാകുന്നല്ലോ. ഇന്ന് മുതൽ ലഭിക്കുന്ന കുടുംബജീവിതം ധന്യമായി തീരുവാൻ നിൽക്കുന്ന ദൈവമക്കളെല്ലാവരും ദൈവദാസന്മാർ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണം നിനക്കേശുപരാ. ഇപ്പോഴെന്തു ചെയ്യേണം നിനക്കേശുപരാ. നമുക്കൊരു വേദഭാഗം വായിക്കും. അതിനുശേഷം കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുകയും നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാ ദൈവമക്കളും തികഞ്ഞ ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. സങ്കീർത്തനം ഞാനിവിടെ വായിക്കുന്നു. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരം നൽകുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം വഹിക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തേക്ക് വഹിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ.
ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നു മുതൽ ഹല്ലേലൂയ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുന്ന കുടുംബജീവിതത്തിൽ ഏതിനേക്കാളും ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ വേണ്ടതായ കൃപകൾ ദൈവം പകരട്ടെ. അതിനുവേണ്ടി എല്ലാ ദൈവമക്കളും അതേ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസനാദ്യം പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ പുത്രനും രക്ഷകനുമായ കർത്താവായ യേശുക്രിസ്തുവിനെ വരികയാണ്. ഈ പ്രഭാതത്തിൽ കർത്താവേ, എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സന്നിധിയിലേക്ക് വരികയാണ്. പാപിയ പാടു മകളെ ഞങ്ങളുടെ കരങ്ങളിൽ തരികയാണ്. കർത്താവേ, കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവെ ഞങ്ങൾക്ക് കണ്ടുമുട്ടുവാൻ കർത്താവേ ഹല്ലേലൂയ ഒരുമിച്ച് കർത്താവേ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ പ്രിയ പൈതലിന് ജ്യേഷ്ഠരായിരിക്കുവാൻ എത്രയും ഭാഗ്യം നൽകല്ലോ കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, പ്രിയ പൈതൽ കർത്താവേ ജനിച്ചു വളർത്തപ്പെട്ടു കർത്താവേ ഹല്ലേലൂയ പല സാഹചര്യങ്ങളോട് കടന്നുപോയി ഞങ്ങളോടൊത്ത് ചേർന്ന കർത്താവെ പൈതലായിരിക്കുവാൻ സ്വന്തം സഹായിച്ചാലോ പൈതലിനെ പോലെ ജനിക്കപ്പെട്ട കർത്താവെ ലോകത്തില്ലാതിരിക്കുമ്പോൾ കർത്താവെ പ്രിയ പൈതലിന് ഇങ്ങനെ ഒരു മഹനീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഭാഗ്യം കർത്താവ് ഒരുക്കിയതിനാൽ വാഴ്ത്തുന്നു. കർത്താവെ യുഗങ്ങൾക്ക് മുന്നമേ തന്നെ തനിക്ക് വേണ്ടിയുള്ളത് നല്ലത് കരുതി കർത്താവെ കാത്തുവെച്ച് തക്ക സമയമായപ്പോൾ കർത്താവെ പ്രിയ മകൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി നൽകിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ ചെയ്തെല്ലാ നന്മകൾക്കും നന്ദി പറയുക എന്നുള്ളത് അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. കർത്താവെ അവരുടെ കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും താഴ്ത്തുകയാണ്. കർത്താവെ എനിക്ക് വേണ്ടി കരുതിയ പ്രിയ പൈതലിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ കൃപ കൂടെ ഇരിക്കണമേ. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കണമേ കർത്താവെ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷിക്കുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ നോക്കിക്കൊണ്ട് നമുക്ക് നന്ദി പറയുവാൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ബലപ്പെടുത്തിയാണ് കർത്താവെ. എൻ്റെ ദൈവം അങ്ങനെ തന്നെ ചെയ്യുന്നതിനാൽ സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ യാത്രകളിൽ പ്രിയപ്പെട്ട യാത്രകളിലൊക്കെയും കൂടെ ഇരുന്നു എല്ലാം മാനിച്ചു സഹായിച്ചു ഇത്രത്തോളം നടത്തി. പ്രത്യേകിച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയ പൈതത്തോളം കർത്താവ് വളർത്തുവാൻ കർത്താവെ മുമ്പോട്ട് നടത്തുവാനൊക്കെ ബലം കൊടുത്തല്ലോ കർത്താവെ. ഹല്ലേലൂയ കാര്യങ്ങൾക്ക് വേണ്ടി അവർ പെടുന്ന പ്രയാസങ്ങൾക്കായി സ്തോത്രം കർത്താവെ. അവർ തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും തക്ക സമയത്ത് കർത്താവെ നൽകി മാനിച്ച കൃപകൾക്കായി വീണ്ടും താഴ്ത്തുന്ന കർത്താവെ നല്ലൊരു കുടുംബജീവിതം കൊടുത്ത് അവിടുന്ന് മാനിച്ചാട്ട് കർത്താവെ. ജീവിതത്തെ കർത്താവെ അവിടുന്ന് പരിപോഷിപ്പിച്ചാട്ട് കർത്താവെ മുമ്പുള്ള ജീവിതം കർത്താവെ ആനന്ദമാക്കി മാറ്റിയാട്ട് ദൈവം ചെയ്യുന്നതിനാൽ സ്തോത്രം. ഒരുമിച്ച് താഴ്ത്തുന്നു എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ കൃപ ഞങ്ങൾ ചോദിക്കുന്നു. മാനിക്കും സഹായിക്കും ശക്തീകരിക്കും. പ്രാർത്ഥനകടത്തിനാൽ സ്തുതിക്കുന്നു. നൽകിയതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ ആമേൻ. അനുഗ്രഹത്തിനായി വചനം പറയുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ച് രസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൂടി ഉയർത്തും. ഇന്ന് മുതൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പൈതലുമായി ദൈവസന്നിധിയോട് അടുത്തു വരുന്നു. കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാധിച്ചാൽ മക്കളിൽ കർത്താവേ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ വളരുവാൻ കർത്താവ് സഹായിച്ചു. ആവശ്യമാകുന്ന എല്ലാ നന്മകളും കൊടുത്ത് ഹല്ലേലൂയ കർത്താവ് അതേ സമയാസമയങ്ങളിൽ നേടുന്നതൊക്കെയും കൊടുത്ത് അവിടുന്ന് മാനിച്ച ദൈവകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രഭാത സമയത്ത് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. പ്രിയ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവിടുന്ന് അനുഗ്രഹ വിഷയമായി തീരുവാൻ, ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിക്കപ്പെടുന്ന ദിവസങ്ങളായി തീരുവാൻ സ്വർഗം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പ്രിയ പൈതലിന് വേണ്ടി ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് അവിടുത്തെ സന്നിധിയിൽ നന്മ ഹല്ലേലൂയ അവിടുത്തെ സന്നിധിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ സന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ, ദൈവം കൃപ പകരുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവകൃപാലുവായ ദൈവത്തിന്റെ അതേ സകലമായ അനുഗ്രഹങ്ങളാലും കൃപകളാലും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ആരംഭിക്കുന്ന കുടുംബജീവിതം
മംഗളകരമായി തീരുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം രക്ഷിച്ചു പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്ന് അവനവരെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം, വിടുവിച്ചതിനായി സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് നടക്കുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരണമേ. ഹല്ലേലൂയ. ഇവിടുന്ന് പോകുന്നവർ വരുന്നവർ ആർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നന്മയായി തീരുവാൻ അവിടുന്ന് സ്വർഗ്ഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് മഹത്വത്തിനായി ഏൽപ്പിക്കുന്നു. ഒരിക്കലൂടെ കർത്താവേ, പ്രിയ പൈതലിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതലുള്ള ഒരു അനുഗ്രഹ വിഷയമാക്കി തീർക്കണം. എല്ലാ നന്മകളും കൊടുത്ത് അനുഗ്രഹിക്കണം. ഭാവി ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ ഭദ്രതയും അവിടുന്ന് കൊടുക്കണം. ആ സഹോദരനായി സ്തോത്രം, ആ കുടുംബത്തിനായി സ്തോത്രം, പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിക്കണം. സാവിച്ചാനെയും പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. കുടുംബത്തെ അനുഗ്രഹിക്കണം. സഹോദരങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. യാതൊരു കുറവും വരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ഭംഗിയായി മംഗളകരമായി തീരത്തക്കവണ്ണം സ്വർഗ്ഗം അവിടുന്ന് സഹായിക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു രക്ഷകന്റെ തന്നെ തിരുനാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധ സംസർഗവും കൂട്ടായ്മയും കാവലും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥന വിഷയങ്ങളോട് നടക്കുന്ന വിവാഹ ശുശ്രൂഷയോടുകൂടെ മുഴുവൻ കർത്താവിന്റെ മടങ്ങി വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയമെന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. God bless you. Another night I'm all alone, staring at the shadows on the wall. Every memory cuts so deep, like a fire I can't control. How do I breathe when you're not here? How do I fight back all my tears? Every road just feels so wrong. I can't believe that you're gone. I can't find my way without you. Every step just leads me back to pain. I was lost in love, now I'm drowning. Tell me how to live again. Every song still calls your name. സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവാസന്നാഹമോടെ സ്തുതി പാടിടുന്നേ എന്നെ അൻപോടു ദിനം തോറും നാടത്തുന്ന പൊന്നിടയനന്തം വന്ദനമേ എന്റെ പൊന്നിടയനന്തം വന്ദനമേ മന്നിടത്തിൽ അടിയാർ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരു നാമത്തേന് ദേവാവന്ദനം ചെയ്യും തിരു നാമത്തേന് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം നിർമ്മിച്ച ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട്
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടം നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ജീവിതത്തിൻ്റെ എല്ലാ നന്മകൾക്കായും കൃപകൾക്കായും തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഒരവസ്ഥയിലൂടെ ഞങ്ങളെ കടത്തിക്കൊണ്ടുപോവുകയും ആ ഒരു അവസ്ഥകളിലും നിന്റെ കാരുണ്യം അനുഭവിപ്പാൻ ഞങ്ങളെ ക്രമീകരിക്കുകയും ചെയ്തതിൻ്റെ സ്നേഹത്തിനായ സ്തുതി. പ്രിയ പിതാവേ, അനിലിൻ്റെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൻ്റെ രൂപപ്പെടലിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും സഹകരിച്ച പ്രിയപ്പെട്ടവരെ വാഴ്ത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്കായും അവരുടെ ജീവിത വഴികൾക്കായും സഹോദരങ്ങൾക്കായും ബന്ധുമിത്രാദികൾക്കായും ഒക്കെ തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ വിശ്വസ്തത ധാരാളമായിട്ട് നാളുകൾ അനുഭവിപ്പാൻ നീ സഹായിച്ചുവല്ലോ. നിന്റെ കൃപയിൽ ശരണം വെക്കുവാൻ നിന്റെ മകൻ ഇടയാക്കിയ നിന്റെ സ്നേഹത്തിനായ സ്തുതി. നിന്റെ ഹിതമായ സമയങ്ങളിൽ നിന്റെ കാലഘട്ടം പൂർത്തീകരിച്ച ഈ നാളുകളിൽ ദൈവമേ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ നിന്റെ മകനെ ഇടയാക്കുന്ന നിന്റെ സ്നേഹത്തിനായി നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. പ്രിയപിതാവെ, പ്രവേശിക്കുന്നതായിട്ടുള്ള കുടുംബജീവിതം നന്മയുടേതും കൃപയുടേതൊക്കെ ആയിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ ഹിതം ഈ നിന്റെ മക്കളുടെ ജീവിതത്തിലൂടെ നിറവേറുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും സൽക്കാരാദികളിലും ഒക്കെ നിന്റെ കാരുണ്യം അനുഭവിക്കാൻ സഹായിക്കണം. നിന്നെ സാക്ഷീകരിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു നന്മയുള്ള ജീവിതം നയിപ്പാൻ പ്രിയപ്പെട്ട മക്കളെയും സഹായിക്കണം. പ്രാർത്ഥനയുടെ കൃപയ്ക്കായ സ്തോത്രം. സർവമാന മഹത്വം അങ്ങനെ എടുക്കണം. യേശു നാമത്തിൽ തന്നെ. ആമേൻ. Every time I see your smile, the world feels right just for a while, like a gentle breeze on a summer day. You take my worries far away. Like a song that soothes my weary heart, a melody so sweet we'll never be apart. Your love is like a star
സമയങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ.
ദൈവമായ കർത്താവേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ നീ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, തങ്ങളുടെ ആയുഷ്കാലമൊക്കെ അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യം ഉണ്ടായിരിക്കുമാറാകണമേ. ആയപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. എല്ലായ്പ്പോഴും നിരന്തരം കയറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണം. ജാതികളുടെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്റെ രക്തത്താൽ സകല വചനങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെളിപ്പാക്കുകയും സഭയെ വിവാഹം നിശ്ചയിക്കുകയും താരതിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായിരിക്കുകയും മ്ലേച്ഛാചികളുടെ അടിമത്തിൽ നിന്ന് അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മിശിഹാതമ്പുരാന് തന്റെ അടിയാരുടെ മോതിരമാരുടെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവരും സകല തിന്മകളിൽ നിന്നും ധരിക്കുന്നവരും ദൈവികമായ അനുഗ്രഹങ്ങളും നന്മയുടെ നദിയുമായിരിക്കുന്നതുമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടത്തിൽ നിന്നും മരണത്തിനുമായ പഠിപ്പുള്ള മോറോനിയാകുന്നു. മോതിരത്താൽ സ്ത്രീ പുരുഷന്മാരുടെ സന്തോഷം ദൈവമായി പോകപ്പെടുവാൻ വിവാഹം ചെയ്തിട്ടുള്ളവരാണ്. മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാൻ നിയമിച്ചവനാകുന്നു. ദൈവമായ കർത്താവേ, സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായ നിലയക്കാരുടെ അവയാൽ അനുഗ്രഹമായി തരണം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളി, ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാളിയെ ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരും ആക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് സകല മാലിന്യങ്ങളിൽ നിന്നും പുറത്തുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വാണിക്കുന്ന ലോകത്തിലും അഴിവില്ലാതെ ഇവരെ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന മണമുറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ പ്രകാരം ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മതാക്കന്മാരും ഇടപെടാതെ സന്തോഷിക്കുന്നതുമായ നിന്റെ സ്വർഗീയ മണമുറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ ദർശനം നിൽക്കുന്ന ഈ കൂട്ടത്തിൽ പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ വന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധവുമായി ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. കന്യാവൃതവും എടുപ്പുമുള്ള ദേഹികളെ തനിക്ക് വിവാഹം നിശ്ചയിക്കുന്ന സത്യമണവാളായുള്ളവേ, അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്യുകയും എന്റെ ശ്രേഷ്ഠരുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഇമ്പമുള്ള പരിമളം വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യബന്ധം ഇവർക്ക് ഉണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യം നിർമ്മതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും
സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. തന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോദനങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങളെ പൂർണ്ണമാക്കാനായിട്ട് ഈ മോദനങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നിന്റെ അടുത്തിലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വാഗ്ദത്തത്തിന് ലക്ഷ്യമായി മോദനത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴ്വും തരുന്ന നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കി തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വന്നിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കി രഹസ്യമായി നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ത്രീയന്മാരുടെ കയ്യിൽ നിന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരുടെ കയ്യിൽ നിന്നും എന്റെ വാഗ്ദത്തത്തിന് ലക്ഷ്യമായ വിമോചനത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരയറ്റുകയും ചെയ്യണം. വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ള നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോദനങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കം കൊണ്ട് അവരെ താൻ അലങ്കരിക്കട്ടെ. ഇസ്ഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോദനങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷകൊണ്ട് മണവാളിനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അനുഗ്രഹിക്കട്ടെ. ഇമ്പകരമായ സുവിശാല പുഷ്പങ്ങളെക്കാൾ വിശേഷവാസനം നൽകുന്ന പരിഭാഗത്തിൽ കൂടി ഇവരുടെ മനസ്സാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം നമുക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യൻ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിൽ നിന്നും പരാവസ്ഥ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ പിടിപ്പിക്കട്ടെ. കർത്താവിന്റെ അടുക്കൽ നിന്ന് തന്നെയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകൾ ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവിന്റെ സുരക്ഷിത മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന അതിനടിയാകാൻ നിങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളുള്ള കാലങ്ങൾ ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാൽ സമ്പത്തുകൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. ഇതിനുള്ള സത്യവിശ്വാസം ഇവരെ നിശ്ചലപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവരും നമ്മുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നതിനായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുദ്ധരുടെ മേലും നിന്റെ നന്മകൾ വാഴും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ത്രീവായ ഈ മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ലോകാന്ത്യം വരെ നിന്നോട് വിഗ്രഹഭക്തി ചുറ്റി
തന്നവനൻ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ ആയുധമെന്നെ ചാർത്തിടാൻ മാംസം രക്തം പോലെയേറമായി. ഇട്ടു തന്നാൻ വീരലിന്മേൽ മണവാളൻ തൻ സൂര്യനോക്കം മണവാട്ടി പകലോട് തുല്യം, പരിമളവൃക്ഷത്തോട് നേരെ. സകലവും തുല്യം ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിന് ഒരുങ്ങി വന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ പോലെ 1 30-ആയും 1 60-ആയും 1 100-ആയും നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാപ്പകൽ നിങ്ങളോടുകൂടെ ഇരുന്ന തിന്മപ്പെട്ടവരിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ വിശുദ്ധ വിവാഹത്തിന്റെ വിവാഹ നിശ്ചയ ശുശ്രൂഷയായിരിക്കുന്ന 1-ാം ഭാഗ ശുശ്രൂഷ മോതിരവാഴുന്ന ശുശ്രൂഷയുടെ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ഈ ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക സമയമാണ്. അതിലേക്ക് നമുക്ക് ഒരുങ്ങാം. ഗായക സമയങ്ങൾ ഒരു ഗാനം ആലപിക്കുകയും അതിനുശേഷം ഇവർക്ക് മൗനമായി അല്പനേരം പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുകയും ചെയ്യാവുന്നതാണ്. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. ഭാവികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കും രണ്ട് ലോകങ്ങളിലും സിദ്ധപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, മാഞ്ഞുപോകാത്ത കല്യാണവിരുന്നിനും അഴിഞ്ഞുപോകാത്ത ആത്മവരയ്ക്കും ഞങ്ങളെ യോഗ്യതരാക്കണമേ. ആ കല്യാണവിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യസന്തോഷത്തിലേക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെ അവരുടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. പൂർവ്വമാതാപിതാക്കളെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ മേലും ഉണ്ടായിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും കാക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷമാണല്ലോ ഇത്.
പ്രിയപ്പെട്ട പൂർവ്വപിതാക്കന്മാരുടെ ജീവിതം സുഖകരമായിട്ടുള്ള ജീവിതമല്ലായിരുന്നു നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പരീക്ഷകളുടെയും പരീക്ഷണങ്ങളുടെയും മധ്യേ കർത്താവ് വിശ്വസ്തനെന്ന് എണ്ണുവാനും മനസ്സിലാക്കുവാനും ബോധ്യത്തിലൂടെ അത് ഏറ്റുപറയുവാനും നൽകിയ നല്ല പാരമ്പര്യത്തെ നമ്മൾക്ക് പിന്തുടരാം. പ്രകാരമുള്ള സങ്കീർണതകൾക്കിടയിൽ കർത്താവ് പ്രിയപ്പെട്ട മക്കളെ വഴി നടത്തി അനുഗ്രഹിക്കുവാനാകട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്വീകരിക്കുന്നതിന് അടയാളമായി പ്രതിവാക്യമായിട്ട് ദൈവാകൃപ ചെയ്യണമേ എന്ന് പാടുമ്പോൾ മണവാട്ടിയും കുരിശു വരച്ച് അനുഗ്രഹങ്ങളെ സ്വീകരിക്കേണ്ടത് ആകുന്നു ഈ സമയത്ത് ഓർമ്മിച്ചിരുന്നു. നിന്റെ നൽകുകളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവീയ കൽപ്പനകളാൽ ഇവരെ നീ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ ദിവസം ദർശിക്കുകയും ചെയ്യുമാറാകണമേ. നന്മ
നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തൻ്റെ ആടുകളുടെ മേൽ നന്മയുടെ വർഗത്തിന്മേലും തിരിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളെ കിരീടങ്ങൾ സൗജന്യമായ തൻ്റെ ശ്രേഷ്ഠതയ്ക്ക് സ്തുതി. തൻ്റെ അടിയാരുടെ കിരീടമായ എൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനം വന്ദനം എനിക്ക് യോഗ്യമായിരിക്കുന്നു. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടുകൂടി തന്നെ മഹത്വീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമയന്മാരെക്കൂട്ടും തന്റെ ശ്രേഷ്ഠതയിൽ ഭ്രമിച്ച് ഇടവുകയും അവർണ്ണനീയമായ തന്റെ കരുണയുടെയും അപരിമയമായ തന്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരാനവരുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും മൺമയന്മാരുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി നിന്റെ അടുത്ത് വന്ന് നിന്റെ കരുണയുടെ നെടുവിൻ കീഴിലും നിന്റെ ദയയുടെ ചെറുവിൻ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളും ഉത്തമരായിരിക്കാനവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗ്ഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടെ ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹാദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാനും ഇവർക്ക് നീ കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് അകത്തിരിക്കുന്നവരാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധ മാംസത്തേക്ക് അടുത്ത് വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ ഇടയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവർ ഹൃദയങ്ങളെ നീ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ ഉദരത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീക്ഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാനും ഞങ്ങൾക്കും ഇവർക്കും നീ ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാർ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മാപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യ സ്നേഹിക്കുന്നതിനുമാ നീ ആദ്യാതനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നമ്മുടെ കർത്താവായ യേശു മെസ്സിയുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തവരായിരിപ്പേ. മസിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പേ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പേ. എന്തുകൊണ്ടെന്നാൽ മസിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മസിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മസിഹ
മസികായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്തമായുള്ളതും മാലിന്യം ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാവുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരേ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേ യേശുമശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പേ കേൾക്കണം. Oh
നാശമില്ലാത്ത നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കട്ടെ. ശത്രുവിന്റെ സർവശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി നീകരേറ്റുകൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെ സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മെസ്സിഹ സത്യത്തിന് മണവാളുകൊണ്ട് നിങ്ങളുടെ മണവാണ്മയെ മുദ്രയിടട്ടെ. മെസ്സിഹ തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വരവ് നിങ്ങളുടെ മേൽ ആവശ്യിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിൽ മാലാഖ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കരസാട് വഞ്ചിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങൾ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും, ഇസഹാക്ക് യാക്കോബിലും, യാക്കോബ് യൗസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്ത് നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബിന്റെ പുത്രനായ യൗസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വെക്കപ്പെട്ട കിരീടങ്ങളിന്മേൽ വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാൽ സകല ജാതികളും സന്തോഷിച്ച സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിനിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്ത് കണ്ണനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായ പർവ്വതത്തിലിറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാമന് നാം സ്തുതികരേറ്റുകയും ചെയ്യണമായി എല്ലായ്പ്പോഴും തന്നെ. തോട്ടത്തിനുടയോരേ
ചെയ്യുവാൻ മോഹിച്ചു നിർത്തു. ദേവാസുതനെ വലമേ നീട്ടി വാഴ്ത്തി ദേണമേ. മണവാളനെയും മണവാട്ടിയെയും ശിരസിൻ മുടിയെയും നീ വാഴ്ത്തുകൈവരും ജീവിതകാലം വെളിവിൻ ലോകേ നീ. വാഴ്ത്തിയിടണമേ ഇഹ പരലോക വാഴ്വാലിവരെ നീ. വാഴ്ത്തിയിടുക വീരകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ. ദൈവവാത്സല്യമുള്ള സഹോദരരെ, ദൈവത്തിന്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ ബലിവിശുദ്ധമായ ഒരു പതിവ് നമ്മൾ മുമ്പാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സത്യത്തിൽ ജാഗ്രതയുള്ളവരുമായിപ്പാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെ ശ്ലീഹായുടെ മുൻപാകെ വിശുദ്ധ ഏവന്റെയോന്റെ മുൻപാകെ ഈ യോഗത്തിന് മുൻപാകെ വിചാരങ്ങൾ അറിയാത്തവന്റെ മുൻപാകെയല്ല അറിയുന്നവന്റെ മുൻപാകെ എത്രയും നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളും. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കുന്നു. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിനും ഞാൻ കുറ്റമില്ലാത്തവനാണ്. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും കീഴ്പട്ടക്കാരുടെ മേലും ക്ഷമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിൻ്റെ മേലും മഹാനാടുകയും മഹാട്ടിയുടെ മേലും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഇന്ന് ആവശ്യിച്ച് നമ്മുടെ ആവേശിയായ വരണ്ടേ രായപ്പോഴും ഇവരുടെ മേൽ വാർത്തയും ചെയ്യുമാറാകട്ടെ. ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായ സംയോജിപ്പിച്ചിരിക്കുന്നു. സ്ത്രീ കുടുംബജീവിതത്തിൽ വലിയ ചുമതലയും വലിയ പദവിയും ഉണ്ട്. നിങ്ങൾ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നത് കുടുംബജീവിതം വിജയകരമാക്കുന്നതിന് ആവശ്യം. നിങ്ങൾ എന്തെങ്കിലും സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയും ആയിരിക്കുക. ദരിദ്രരെയും പരദേശികളെയും പെറ്റുകൊണ്ടിരിക്കുന്നവരെ ഞങ്ങൾ സഹായിക്കുന്നവരും ആയിരിക്കും. തിരുവചന ധ്യാനത്തിൽ കുടുംബ പ്രാർത്ഥനയും ഞങ്ങൾ ജാഗ്രത ഉള്ളവരായിരിക്കും. നമ്മൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധന സംബന്ധിക്കുകയും വിശുദ്ധ വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പണം, സമയം, കഴിവ് ഇവയിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകർ എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാന കർമ്മത്തിൽ സഭയുടെ സുവിശേഷ വേദികമായി ഉപയോഗിക്കും. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തും ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിപ്പാൻ ദൈവം നമ്പുരാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷ ഞങ്ങളോട് കൂടെ ഒരുവൻ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരുടെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് സ്വീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവം ബലഹീനവും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനം മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിവാഹത്തിന്റെ ശുശ്രൂഷയുടെ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നവദമ്പതികൾ ഞങ്ങളുടെ സ്തോത്ര കാഴ്ചകളെ സമർപ്പിക്കുന്നതായിരിക്കും.
തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. മെഴുതിരി നാളം തെളിയുമ്പോ നീ എന്നാത്മാവിൽ പ്രകാശമായി. ഇരുളല മൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയാ. കാൽവരി Memories are haunting me, I can't erase. Every step I take, I hear your voice. But now I know I've lost my choice. I'm never gonna hold you near. These empty hands can't dry your tears. Fading echoes call your name, but love will never be the same. Shadows dancing in the moonlit rain. Every moment feels like endless pain. Whispers lost between the past and now. I take it back but don't know how. If I could turn the hands of time, would you still be standing by my side? But all that's left is a melody, a fading song of you and me. I'm never gonna hold you near. These empty hands can't dry your tears. Fading echoes call your name.
deep, a love so true. I found my world inside of you. Every touch, every smile makes this moment feel so right. In your eyes I see forever, a love that keeps me warm inside. Through the storm we'll stand together. With you I'll never have to hide. Every heartbeat, every sigh, you're the reason I feel alive. No more darkness, no more pain. With you here, love will remain. Through the highs and through the lows, you're the only one I know. In your eyes I see forever, a love that keeps me warm inside. Through the storm we'll stand together. With you I'll never have to hide. Every touch, every smile makes this moment feel so right. Walking down this empty road, feeling lost and all alone. Every face I see reminds me of a love I've never known. But I believe in something true, if you feel the same way too. Hold me close tonight, let me stay right by your side. Take my hand, don't let me go. You're the love I need to know. Every word you say so sweet, like a song my heart repeats. With you, my world feels so alive. I just want you in my life. Don't turn away, don't fade to gray. I need your love to light my way. So hold me close, don't say goodbye. With you, my love will never die. Don't turn away, don't fade to gray. കർത്താവേ, ഈ ഒരു വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുകയും പള്ളിയിൽ കർത്താവെ ശുശ്രൂഷിക്കുന്ന ഓരോ ശുശ്രൂഷകളിലും നമ്മുടെ സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടായിരുന്നത് ശുശ്രൂഷ ചെയ്യുവാൻ തന്നെ ഞങ്ങളുടെ ദാസന്മാരെ അവിടെ നിന്ന്
സ്ഥലങ്ങളിലൊക്കെ പങ്കു വരാൻ സന്തോഷത്തോടുകൂടി ഭവനത്തിൽ കടന്നു വന്നു. നമ്മുടെ പ്രിയപേരനെ ഈ ഭവനത്തിൽ ഏൽപ്പിച്ച് ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ അവൻ്റെ സാന്നിധ്യം ഭവനത്തോടുകൂടി ഇരിക്കണം. യഹോവ പണിയുന്ന വീടായിരിക്കുവാൻ, ദൈവത്താൽ പണിയപ്പെടുന്ന ഒരു ഭവനമായിരിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഭവനമായിരിക്കാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെല്ലാവരും ചേർന്ന് മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് ആമേൻ.